ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് റോസ്റ്റ് ചെയ്തേക്കാണ്. ശകലം ചെമ്മീനേ ഉള്ളൂ, എന്നാൽ തീരെ ചെറിയ ചെമ്മീനും അല്ല, ഒരുപാട് വലിയ ചെമ്മീനും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അത് പൊളിച്ചെടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ആ ചെമ്മീൻ ഇച്ചിരി ഉണ്ടായിരുന്നത് പൊളിച്ചെടുത്ത് നമ്മൾ നന്നായിട്ടത് കഴുകി നമുക്കിനി അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കതൊന്ന് അരച്ചു പറ്റണം. അരച്ചു പറ്റാനായിട്ട് സാധാരണ മീൻ അരച്ചു പറ്റുന്ന പോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ചതച്ചെടുത്തിട്ട് നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനകത്തോട്ട് ഇടണം. ചെമ്മീനകത്തോട്ടിട്ട് നമ്മൾ കാശ്മീരി ചില്ലിയിൽ ഏത് ചില്ലി പൗഡർ വേണമെങ്കിലും ഇടാം. പക്ഷേ ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഈ സാധനങ്ങൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ട് നന്നായിട്ട് അരച്ച് പെട്ടി കഴിഞ്ഞ് നമ്മളതൊരു 10 മിനിറ്റ് മാറ്റി വെക്കും. 10 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞ് ഒരു പാനിനകത്തോട്ട് ഇതിട്ട് തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ എണ്ണയൊന്നും ചേർക്കണ്ട, ഇച്ചിരി വെള്ളത്തിൽ കിടന്നത് വേകുന്നത്, എണ്ണയൊന്നും ചേർക്കണ്ട. അതൊന്ന് വെന്ത് കഴിയുമ്പം നമ്മൾ ആ വെന്തിരിക്കുന്ന ചെമ്മീൻ ഇങ്ങനെ സൈഡിലോട്ട് മാറ്റണം. അതെന്തിനാണെന്നറിയാം? ആ ചെമ്മീൻ സൈഡിലോട്ട് മാറ്റുമ്പം അതിനകത്തുള്ള ഗ്രേവിയില്ലേ, നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രേവിയും ആ മുളക് പൊടിയും എല്ലാം കൂടെ നമ്മുടെ അടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ആ ചെമ്മീനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ആക്കണം. അത് വീഡിയോ എടുത്തിട്ടില്ല, അത് വീഡിയോ കട്ടായി പോയ സമയത്തെ. അപ്പോൾ അതൊന്ന് ഷാലോ ഫ്രൈ ആയിട്ട് ആ ചെമ്മീൻ ഫ്രൈ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മളൊരു ചെറിയ സവാള അതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റണം. കരിഞ്ഞു പോവുകയും ചെയ്ത് ഒരുപാട് മൂത്ത് പോവുകയും ചെയ്യരുത്. അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയത് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവിയും ആ ചെമ്മീനും സവാളയും കൂടെ വഴച്ചതിനകത്തോട്ട് ആ ഗ്രേവി വീണ്ടും ഇടണം. എന്നിട്ടത് ഇച്ചിരി എണ്ണയും കൂടെ വേണമെങ്കിൽ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഈ സവാളയിലും ചെമ്മീനിലും ആ ഗ്രേവി നന്നായിട്ട് പിടിച്ച് നല്ല ഒരു ഗ്രേവിയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ.